കോഴിക്കോട് ബീച്ചിൽ പെൺകുട്ടികളെ ലക്ഷ്യമിട്ടുള്ള മതം മാറ്റ ശ്രമങ്ങളിൽ വ്യാപക പ്രതിഷേധം. ദൈവത്തെ അറിയാൻ എന്ന പേരിലായിരുന്നു സംവാദവും ഇസ്ലാമിക മതപ്രചാരണവും. ഇതര മതസ്ഥരായ പെൺകുട്ടികൾക്ക് പൊതുയിടങ്ങളിൽ പോലും ജിഹാദികളുടെ വേട്ടയാടൽ നേരിടേണ്ടി വരുന്നതിൽ ആശങ്ക ശക്തമാവുകയാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും രമ്യാദാസ് ചേരുക. രമ്യ, മറ്റ് മതസ്ഥരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ജിഹാദി ശക്തികളുടെ ഇടപെടൽ, അതും കോഴിക്കോട് ബീച്ച് കേന്ദ്രീകരിച്ച് എത്രത്തോളം പ്രതിഷേധം ഇതിനകം ശക്തമായി കഴിഞ്ഞു? KP, വലിയ പ്രതിഷേധം തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. അതായത് ഈ അൺമാസ്കിംഗ് ഏത്തിസം എന്നുള്ള ഒരു സലഫി ഗ്രൂപ്പിൽപ്പെട്ട ഏതാനും ചിലരായിരുന്നു ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഈ കോഴിക്കോട് ബീച്ചിലെത്തുകയും ഇത്തരത്തിൽ പെൺകുട്ടികളുമായി സംവാദങ്ങൾ നടത്തുകയെല്ലാം ചെയ്തത്. കാരണം നമുക്കറിയാം, ആളുകൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും എല്ലാം ഒത്തുകൂടുന്ന സ്ഥലമാണ് ബീച്ച് ഉൾപ്പെടെയുള്ള ഇത്തരത്തിൽ പൊതുയിടങ്ങൾ. ഇവിടങ്ങളിലേക്ക് ഇത്തരത്തിൽ മതം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകൾ കൊണ്ടെത്തിക്കുക, അല്ലെങ്കിൽ അത്തരം സംവാദ പരിപാടികൾ നടത്തുക, അല്ലെങ്കിൽ അത്തരം ഒരു അസഹിഷ്ണുത ഉളവാക്കുന്ന കാര്യത്തിലേക്ക് ഇത്തരത്തിൽ നടപടികൾ നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനെല്ലാം വഴിവെക്കുന്നത്. അതായത് കോഴിക്കോട് ബീച്ചിലെത്തിയ പെൺകുട്ടികളെ കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരത്തിൽ മതം മാറ്റാനുള്ള ശ്രമങ്ങളെല്ലാം നടന്നത്. ഈ വിഷയത്തിലാണ് വ്യാപകമായി ഹിന്ദു ഐക്യവേദികൾ ഉൾപ്പെടെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമെല്ലാം ഉയരുന്നത്. അതായത് ദൈവത്തെ അറിയാൻ എന്ന പേരിലായിരുന്നു ഇത്തരത്തിലൊരു സംവാദവും ഇസ്ലാമിക് പ്രചരണം എല്ലാം ഇവർ നടത്തിയിരുന്ന ഒരു ഗ്രൂപ്പ് ആളുകളായിരുന്നു. കുറച്ച് 5-ൽ കൂടുതൽ ആളുകളെല്ലാം ഈ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഇവരായിരുന്നു ഇത്തരത്തിൽ പെൺകുട്ടികൾ ഇരിക്കുന്ന സ്ഥലത്തെത്തുകയും ഇവരെ സമീപിക്കുകയും ഇത്തരത്തിലുള്ള ഒരു സംവാദത്തിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചർച്ചയിലേക്ക് കുട്ടികളെ കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടാകുന്നത്. ഈ വിഷയം തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഇത്തരത്തിലൊരു സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രചരിച്ചതോടെയാണ് ഇത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമെല്ലാം ഉയർന്നത്. ഈ ബീച്ചിലെത്തിയ പെൺകുട്ടികളോടെല്ലാം തന്നെ ഇത്തരത്തിൽ ദൈവമുണ്ടോ, ഈ ദൈവത്തെ അതായത് ഇത്തരത്തിൽ ദൈവമുണ്ടോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളെല്ലാം ചോദിച്ചത്, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ എന്ന മട്ടിലുള്ള ഒരു സംവാദവും അല്ലെങ്കിൽ അത്തരത്തിൽ ഇടപെടലായിരുന്നു ഈ സലഫി ഗ്രൂപ്പിൽ നിന്ന് എത്തിയ ഏതാനും ചിലർ ഇത്തരത്തിലുള്ള ഇടപെടലെല്ലാം നടത്തിയത്. ഇത് വലിയ രീതിയിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഈ ഒരു വീഡിയോ പ്രചരിക്കുകയും ഇതിനെ തുടർന്നാണ് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ശക്തമാകും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ, കാരണം നമ്മളെല്ലാവരും തന്നെ സമാധാനത്തോടെ ഇരിക്കുന്ന സ്ഥലങ്ങളാണ് ഇത്തരത്തിൽ ബീച്ച്, അതുപോലെയുള്ള പൊതുയിടങ്ങൾ. ഈ പൊതുയിടങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, അതായത് മതം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ അത്തരത്തിലൊരു അസഹിഷ്ണുത മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടതുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ ഉയർന്ന ചോദ്യം. ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധമെല്ലാം ഉയരുന്നത്. KP, ഏതായാലും ജിഹാദി ശക്തികളുടെ ഇടപെടലിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയാണ്. രമ്യാദാസാണ് കോഴിക്കോട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.